ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +2 പൊളിറ്റിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് കോൺഗ്രസ് വ്യവസ്ഥ, വെല്ലുവിളികളും പുനഃസ്ഥാപനവും, ചലഞ്ചസ് ടു ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ദി കോൺഗ്രസ് സിസ്റ്റം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി BJP എന്ന് പറയുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ 6 വർഷമായി ആ പാർട്ടിയാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത്. മിക്ക സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നതും BJP എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ്. ഇന്ന് നമുക്ക് പറയാൻ പറ്റും, ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പാർട്ടി BJP ആണ്. ഇതുപോലെ 1952 മുതൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. എന്നാൽ ആ പാർട്ടി ചില വെല്ലുവിളികളെ നേരിടുകയുണ്ടായി. ആ വെല്ലുവിളികളിൽ നിന്ന് ആ പാർട്ടി പിന്നീട് രക്ഷപ്പെടുകയും ചെയ്തു. അതാണ് ചലഞ്ചസ് ടു ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം എന്തൊക്കെ ചലഞ്ചസ് ആണ്, വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ കോൺഗ്രസ് പാർട്ടി, അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ചലഞ്ചസ് ടു പൊളിറ്റിക്കൽ സക്സഷൻ, രാഷ്ട്രീയ പിന്തുടർച്ചാവകാശത്തിൻ്റെ ചലഞ്ചാണ്. പിന്തുടർച്ചാവകാശം എന്ന് പറയുമ്പോൾ അനന്തരാവകാശി എന്നതാണല്ലോ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1952 തന്നെ അദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി, പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. 62 ആയപ്പോഴേക്കും നെഹ്റു ക്ഷീണിതനായി രോഗിയായി തുടങ്ങിയിരുന്നു. 64 മെയ് മാസത്തിൽ പ്രൈം മിനിസ്റ്റർ നെഹ്റു പാസ്ഡ് അവേ. 64 നെഹ്റു മരിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അന്ന് നെഹ്റു ആയിരുന്നു. ഇന്ത്യ വാസ് നെഹ്റു. അപ്പോൾ നെഹ്റു മരിച്ചപ്പോൾ പ്രധാനമായും 2 ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഫസ്റ്റ് വൺ, ആഫ്റ്റർ നെഹ്റു ഹു? മറ്റൊരു ചോദ്യം, ആഫ്റ്റർ നെഹ്റു വാട്ട് എന്നതായിരുന്നു. നെഹ്റുവിന് ശേഷം എന്ത് എന്നതും നെഹ്റുവിന് ശേഷം ആര് എന്നതും പ്രധാനപ്പെട്ട 2 ചോദ്യമായിരുന്നു. ഇവിടെ പല ആളുകൾക്കും സംശയം ഉണ്ടായിരുന്നു, ഈ നെഹ്റു മരിച്ചതോടുകൂടി ഇന്ത്യയിലെ ജനാധിപത്യം തന്നെ അവസാനിക്കുമെന്ന. മെനി ഹാഡ് ദെയർ ഡൗട്ട്സ് വെദർ ദ ന്യൂലി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യാസ് ഡെമോക്രാറ്റിക് എക്സ്പെരിമെൻറ്റ്സ് വിൽ സർവൈവ് ആഫ്റ്റർ നെഹ്റു. നെഹ്റുവിന് ശേഷം ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുമോ എന്ന് തന്നെ പലരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വാട്ട് ആഫ്റ്റർ നെഹ്റു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നെഹ്റു കേവലം ഒരു പ്രൈം മിനിസ്റ്റർ മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു പോളിസി മേക്കർ കൂടിയായിരുന്നു. നമുക്കറിയാം, ചേരിചേരാ പ്രസ്ഥാനം പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഫോം ചെയ്യുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പായിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ മതിപ്പായിരുന്നു. പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ അദ്ദേഹത്തിൻ്റേതായ ഒരു കഴിവ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നെഹ്റുവിന് ശേഷം സംഭവിച്ചത്? അതാണ് നമുക്ക് ഇനി പരിശോധിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഹെഡിങ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഫ്രം നെഹ്റു ടു ശാസ്ത്രി. നെഹ്റുവിൻ്റെ ശേഷം ശാസ്ത്രിയിലേക്ക്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ്, നെഹ്റുവിന് ശേഷം ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയത്? അത് ശാസ്ത്രിയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് കെ കാമരാജ് ഈസ് കൺസൾട്ടിങ് വിത്ത് ദി പാർട്ടി ലീഡേഴ്സ് ഫൗണ്ട് എ കൺസെൻസസ് കാൻഡിഡേറ്റ് ഇൻ ലാൽ ബഹദൂർ ശാസ്ത്രി ആഫ്റ്റർ നെഹ്റുസ് ഡെത്ത്. നെഹ്റു മരിച്ചപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന കെ കാമരാജ് എല്ലാ നേതാക്കളുമായി ചർച്ച ചെയ്ത് പുതിയ ഒരു നേതാവിനെ കണ്ടെത്തി. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി, കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്ന
പിമാരെല്ലാവരും ചേർന്ന് ഐക്യകണ്ഠേന തന്നെ ശാസ്ത്രിയെ തിരഞ്ഞെടുത്തു. ദ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യുനാനിമസ്ലി എലക്റ്റഡ് ശാസ്ത്രി ആസ് ദെയർ ലീഡർ ആൻഡ് ഹി ബിക്കം ദ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അങ്ങനെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി ലാൽ ബഹദൂർ ശാസ്ത്രി മാറുന്നത്. എന്നാൽ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രിയായത് ഗുൽസാരിലാൽ നന്ദ എന്ന് പറയുന്ന ഒരു MP ആയിരുന്നു. അദ്ദേഹം ഒരു താൽക്കാലിക പ്രൈം മിനിസ്റ്റർ. നെഹ്റു മരിച്ച സമയത്ത് പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നവരെയുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം, ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ടാണ് അദ്ദേഹം വന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി വന്നിട്ടുള്ളത് ശാസ്ത്രിയാണ്. അത് 1944 എന്തുകൊണ്ടാണ് ശാസ്ത്രിയെ തിരഞ്ഞെടുത്തത്? ശാസ്ത്രി വാസ് എ മാൻ ഓഫ് ഗ്രേറ്റ് സിംപ്ലിസിറ്റി ആൻഡ് നോ കോൺട്രവേഴ്സി. Shastri had been in the Nehru ministry for several years. During Nehru's illness, Nehru depended on him for many things. 3 കാരണങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം ഒരു ലളിത ജീവിതം നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. UP ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു നേതാവായിരുന്നു. ദീർഘകാലം നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി നെഹ്റു രോഗിയായ സമയത്ത് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ വലിയ ഇമേജുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള നല്ല ഇമേജുള്ള ശാസ്ത്രിയെ യുനാനിമസായി തിരഞ്ഞെടുത്തുകൊണ്ട് ഫസ്റ്റ് ചലഞ്ചസ് ടു പൊളിറ്റിക്കൽ സക്സഷൻ, അതായത് നേതാവ് നഷ്ടപ്പെട്ട ആ ഒരു ഗ്യാപ്പ് കോൺഗ്രസ് പാർട്ടി അതിജീവിച്ചു എന്നുള്ളതാണ്. 1964 പ്രധാനമന്ത്രിയായ ശാസ്ത്രിക്ക് പക്ഷേ 1966 വരെ മാത്രമേ പ്രധാനമന്ത്രിയായി തുടരാൻ കഴിഞ്ഞുള്ളൂ. അതിനിടയിൽ തന്നെ പാകിസ്ഥാനുമായി 1965 യുദ്ധവും നടത്തേണ്ടി വന്നു. ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു. The man's short status was determined to face the challenges boldly. His famous slogan "Jai Jawan, Jai Kisan" echoed his determination to face the challenges. പരീക്ഷയ്ക്ക് ഇവിടെ ഒരു ചോദ്യം വരാറുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത് ആരുടെ മുദ്രാവാക്യമാണ്? ശാസ്ത്രി had to face 2 major challenges during his short term as Prime Minister. Shastri's Prime Ministership came to an end when he passed away in Tashkent on 10th January 1906. He had gone to USSR to sign agreement with Ayub Khan, then the President of Pakistan, to end the war. 1965 യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം USSRൻ്റെ, റഷ്യയുടെ ഭാഗമായിട്ടുള്ള USSRൽ ചെന്ന് യുദ്ധം അവസാനിച്ചപ്പം ഒരു കരാറിന് രൂപം കൊടുത്തു, തഷ്കൻഡ് കരാർ. പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന അയ്യൂബ് ഖാനുമായി ഒരു കരാർ ഒപ്പുവെക്കുകയും അന്ന് രാത്രി അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതോടുകൂടി 2 പ്രശ്നങ്ങൾ ഉത്ഭവിച്ചു. ഒന്ന്, നെഹ്റുവിന് ശേഷം കണ്ടെത്തിയ ഒരു പുതിയ നേതാവിനെ നഷ്ടമായി എന്നുള്ളതാണ്. ഇനി പുതിയൊരു നേതാവിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ചലഞ്ചസ് ടു പൊളിറ്റിക്കൽ സക്സഷൻ എന്നത് വീണ്ടും ഒരു ചലഞ്ചായി തന്നെ തുടർന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് അടുത്ത ടോപ്പിക് പരിശോധിച്ചാൽ ശാസ്ത്രി ടു ഇന്ദിരാഗാന്ധി എന്ന് കാണാം. ശാസ്ത്രിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയിലേക്ക്. അവിടെ കാര്യങ്ങൾ നമുക്ക് ക്ലിയറായി മനസ്സിലാവും. ആഫ്റ്റർ ശാസ്ത്രീസ് ഡെത്ത്, ഇന്ദിരാഗാന്ധി ബിക്കെയിം ദി 3rd പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ശാസ്ത്രി പെട്ടെന്നുണ്ടായ മരണത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രിയായത്. എന്നാൽ ഇറ്റ് വാസ് നോട്ട് എ യുനാനിമസ് എലക്ഷൻ. ഇതൊരു ഏകകണ്ഠമായ തിരഞ്ഞെടുപ്പായിരുന്നില്ല.
എങ്ങനെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് നോക്കാം. Contrary to the first succession from Nehru to Shastri, the second one involved stiff competition between Morarji Desai and Mrs. Indira Gandhi. നെഹ്റു മരിച്ചപ്പം ശാസ്ത്രിയെ തിരഞ്ഞെടുത്തതിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രി മരിച്ച സമയത്ത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം രൂപപ്പെട്ടു എന്നുള്ളതാണ്. ആരൊക്കെയാണ് മത്സരിച്ചത്? മൊറാർജി ദേശായിയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഈ പ്രൈം മിനിസ്റ്റർ പോസ്റ്റിന് വേണ്ടിയുള്ള മത്സരം ഉണ്ടായി. മൊറാർജി ദേശായി എന്ന് പറയുന്നത് ബോംബെ എന്ന് പറയുന്ന ഇന്നത്തെ മഹാരാഷ്ട്രയും ഗുജറാത്തും ചേർന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൽ അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട്. മൊറാർജി ദേശായി ഹാഡ് ബീൻ ഏർലിയർ ദി ചീഫ് മിനിസ്റ്റർ ഓഫ് ബോംബെ ആൻഡ് മിനിസ്റ്റർ അറ്റ് ദി സെൻറ്റർ. ഇന്ദിരാഗാന്ധി ആവട്ടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ. ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായും സ്ഥാനമേറ്റിരുന്നു. ഇന്ദിരാഗാന്ധി, നെഹ്റുസ് ഡോട്ടർ, ഹാഡ് ബീൻ ദ പ്രസിഡൻറ്റ് ഓഫ് ദി കോൺഗ്രസ്. ഇൻ ദ ശാസ്ത്രീസ് മിനിസ്റ്ററി ഷീ ഹാഡ് സെർവ്ഡ് ദി കൺട്രി ആസ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഇവിടെ ഒരു മത്സരം വരികയാണ്. The seniors in the Congress backed Indira Gandhi, but the decision was not unanimous. They had to cast their votes through secret ballot. Indira Gandhi secured more than 2/3 of Congress MP votes. രണ്ടുപേർ മത്സരത്തിന് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും തീരുമാനിക്കാൻ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വരും. അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തി. ആ തിരഞ്ഞെടുപ്പ് സീക്രട്ട് ബാലറ്റ് സിസ്റ്റത്തിലൂടെയാണ് നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിയും ലാൽ ബഹദൂർ മൊറാർജി ദേശായിയും തമ്മിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിനുള്ള മത്സരത്തിനൊടുവിൽ 2/3 മെജോറിറ്റി, 2/3 മെമ്പർമാരുടെയും പിന്തുണയോടുകൂടി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി വരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി വരുന്നത് ഒരു യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷനിലൂടെയല്ല, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയനിലൂടെയാണ് നടത്താം. വ്യത്യസ്ത അഭിപ്രായത്തിനൊടുവിലാണ് പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി വരുന്നത്. ഏകകക്ഷീയമായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുന്നതും രണ്ട് ഗ്രൂപ്പുകൾ തിരിഞ്ഞ് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗീയതയുടെ തുടക്കമായി നമുക്കിതിനെ വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. ലവ് ആൻഡ് അഡ്മിറേഷൻ ഫോർ ദി നെഹ്റു ഫാമിലി ഓൺ വൺ സൈഡ് ആൻഡ് മൊറാർജി ദേശായി സ്ട്രിക്റ്റ് ആൻഡ് ഫേം ബിഹേവിയർ ലെഡ് ടു ഇന്ദിരാഗാന്ധിസ് വിക്ടറി. ഇന്ദിരാഗാന്ധി ജയിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ മകളാണ് എന്നുള്ള ഇമേജാണ്. മൊറാർജി ദേശായി ആവട്ടെ അല്പം കർക്കശക്കാരനായിരുന്നു. അതുകൊണ്ടാണ് സീനിയർ ലീഡേഴ്സ് മൊറാർജി ദേശായിയെ ഒഴിവാക്കിയത് എന്നുള്ളതാണ്. ഈ ഇന്ദിരാഗാന്ധിയുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സ്വഭാവം ഇന്ത്യയിലെ പാർട്ടികൾക്കിടയിൽ വളർന്നു വന്നത് എന്നതിൻ്റെ ഉദാഹരണമായി നമുക്ക് പറയാം. സീനിയർ കോൺഗ്രസ് എം പി സപ്പോർട്ടഡ് ഇന്ദിരാഗാന്ധി സിൻസ് ദേ എക്സ്പെക്റ്റഡ് ഹെർ ടു കൺസൾട്ട് ദം ഓൺ എ വാരിയസ് മാറ്റേഴ്സ്. ഇന്ദിരാഗാന്ധിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി ഒരു അൺഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ, പരിചയസമ്പത്ത് കുറവായതുകൊണ്ട് തന്നെ അവരോടൊക്കെ ചോദിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുക എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ മൊറാർജി ദേശായി ഒഴിവാക്കി ഇന്ദിരാഗാന്ധിയെ തിരഞ്ഞെടുത്തത്. വിത്തിൻ 1 year ഓഫ് ദി കമ്മിങ് ടു പവർ, ഇന്ദിരാഗാന്ധി ഹാഡ് ടു ലീഡ് ദ പാർട്ടി ഇൻ ദ ഇലക്ഷൻ ടു ദി ലോക്സഭ. ഒരു വർഷം പ്രധാനമന്ത്രിയായി തുടർന്നപ്പോഴേക്കും ഇന്ദിരാഗാന്ധിക്ക് മുമ്പിൽ ഒരു പുതിയ വെല്ലുവിളി തന്നെ രൂപപ്പെട്ടു വന്നു. ആ വെല്ലുവിളി എന്ന് പറയുന്നത് 1964 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഇന്ദിരാഗാന്ധിക്ക് പോവേണ്ടി വന്നു എന്നുള്ളതാണ്. ആ ഒരു 4th ജനറൽ ഇലക്ഷനെ നയിച്ച ഒരു പവർഫുള്ളായിട്ടുള്ള ലീഡർ എന്ന രീതിയിലാണ് ഇന്ദിരാഗാന്ധി തുടക്കത്തിൽ തന്നെ അറിയപ്പെട്ടത്. നെക്സ്റ്റ് 4th ജനറൽ ഇലക്ഷൻ ഇൻ 1967. അടുത്ത നമുക്ക് 1967 4ാം പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. പ്രധാനമന്ത്രിയായി ഒരു കൊല്ലമായതേ ഉള്ളൂ, അപ്പോഴേക്ക് ഇന്ദിരാഗാന്ധിക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും
രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ആ പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആൾ അവർ തന്നെയായിരിക്കും. എന്നാൽ ആ കാലത്ത് അത്ര നല്ലൊരവസ്ഥയിലൊന്നും ആയിരുന്നില്ല. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. പാർട്ടിയിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. The new Prime Minister took some time to settle down. She had only very little experience as a minister. The senior Congress leaders supported her on their expectation that she would consult them on administration and political issues. Within a year of her prime ministership, Indira Gandhi had to lead the party in the Lok Sabha election. The economic situation then was far from satisfactory, so she began to control the party and show her leadership skills both in the government and in the Congress party. പാർട്ടിയിലും ഗവൺമെൻറ്റിലുമൊക്കെ കഴിവ് തെളിയിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഉള്ള ഒരു മുന്നേറ്റമാണ് നടത്തിയത്. 1967 ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഇലക്ഷനെ എർത്ത്ക്വേക്ക് ഓഫ് കോൺഗ്രസ് പാർട്ടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഭൂകമ്പം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ചയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഇലക്ഷൻ്റെ സാഹചര്യങ്ങൾ, ഇലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന് പരിശോധിക്കാം. അതിനകത്ത് ഇപ്പോൾ പരീക്ഷയ്ക്കങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, 4th ജനറൽ ഇലക്ഷനാണ്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. അതിലേറ്റവും പ്രധാനം വളരെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലറായിട്ടുള്ള 2 ലീഡേഴ്സ് ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ്. ആരൊക്കെയാണ് ആ ലീഡേഴ്സ്? നെഹ്റു ഇല്ല, ശാസ്ത്രിയും ഇല്ല. അതോടൊപ്പം തന്നെ കാലവർഷം തുടർച്ചയായി ചതിച്ചു, വ്യാപകമായുണ്ടായ വരൾച്ച, അതിൻ്റെ ഭാഗമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലുണ്ടായ ഇടിവ്, ഭക്ഷ്യക്ഷാമം, വിദേശ നാണയ ശേഖരത്തിലുണ്ടായിട്ടുള്ള കുറവ്, ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ഉണ്ടായിട്ടുള്ള കുറവ്, യുദ്ധങ്ങൾ കാരണം സൈനിക ചെലവിലുണ്ടായിട്ടുള്ള വലിയ വർധനവ്. അതുകൊണ്ട് തന്നെ വികസനത്തിന് ആവശ്യമായ വിഭവങ്ങളൊന്നും അന്ന് കണ്ടെത്താൻ പ്രധാനമന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ആയില്ല. ജനപങ്കാളിത്തം ഉണ്ടാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞുമില്ല. അപ്പോൾ these election year were fought with a serious economic crisis due to death of 2 popular leaders like Jawaharlal Nehru and Lal Bahadur Shastri. Then continuous failure of monsoon, fall in agricultural production, as a result food shortage, drop in industrial production, this foreign exchange reserves and rising military expenses, diversion of resources from planning and economic development. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ദിരാഗാന്ധി ഇലക്ഷനെ നേരിട്ടത്. നമുക്ക് ഈ ചാർട്ട് നോക്കിയാൽ ആ കാര്യങ്ങൾ കാണാം. സാമ്പത്തിക പ്രതിസന്ധി, ഇക്കണോമിക് ക്രൈസിസ്, വിലക്കയറ്റവും ജനകീയ പ്രക്ഷോഭങ്ങളും, പ്രൈസ് റൈസ് ആൻഡ് പോപ്പുലർ പ്രൊട്ടസ്റ്റ്, ആംഡ് അഗ്രേറിയൻ സ്ട്രഗിൾ ആൻഡ് അജിറ്റേഷൻ ഫോർ ഇക്വാളിറ്റി, സമത്വത്തിന് വേണ്ടിയുള്ള കർഷക പ്രക്ഷോഭങ്ങളും സായുധ സമരങ്ങളും. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ പഞ്ചാബിൽ ഹരിയാനയിലൊക്കെ കാർഷിക ബില്ലിനെതിരായി സമരം തുടങ്ങിയ വാർത്തയൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചു. അതോടൊപ്പം തന്നെ ഹിന്ദു മുസ്ലിം വർഗീയ ലഹളകൾ, ഒപ്പം തന്നെ യൂണിറ്റി ഇൻ ദ ഓപ്പോസിഷൻ പാർട്ടി. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് 4th ജനറൽ ഇലക്ഷന് ഇന്ദിരാഗാന്ധി നേരിട്ടിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്നാൽ ആസ് എ ഗ്രേറ്റ് ലീഡർ, ഇന്ദിരാഗാന്ധീസ് ഗവൺമെൻറ് ഡിസൈഡഡ് ടു ടേക്ക് സർട്ടൺ ഡിസിഷൻസ്. അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ചില തീരുമാനങ്ങൾ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അതിലൊന്നാമത്തതാണ് ഡീവാലുവേഷൻ ഓഫ് കറൻസി ഫ്രം 7 to
5. After devaluation, the dollar cost 7 as against the former 5. 5 രൂപ എന്നുള്ള നിലവിലുള്ള നിരക്കിന് ബദലായി ഇന്ത്യയുടെ ഡോളറിനെതിരായ മൂല്യം 7 രൂപയാക്കി കുറച്ചു എന്നുള്ളതാണ്. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു, അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിച്ചു. അതിൻ്റെ ഭാഗമായി ബന്ദുകളും ഹർത്താലുകളുമൊക്കെ ഇന്ത്യയിലുണ്ടായി എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി, ലെനിനിസ്റ്റ് പാർട്ടികൾ, സോഷ്യലിസ്റ്റ് പാർട്ടികളൊക്കെ സമരങ്ങൾ അയച്ചുവിട്ടു. അതുപോലെ പല സ്ഥലങ്ങളിലും ഹിന്ദു മുസ്ലിം കലാപങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. വളരെ കലുഷിതമായ ഒരു സാഹചര്യമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്. അടുത്ത് നമുക്ക് നോൺ കോൺഗ്രസിസം, എന്താണ് കോൺഗ്രസ് ഇതരത്വം എന്നാണ് ഇനി പരിശോധിക്കാനുള്ളത്. ഇത് കോൺഗ്രസ്സിനകത്തുണ്ടായിട്ടുള്ള ഒരു ശിഥിലതയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് കോൺഗ്രസ് ഇതര പാർട്ടികൾ തങ്ങളുടെ വോട്ടുകൾ വിഭജിച്ചു പോകുന്നത് കൊണ്ടാണ് കോൺഗ്രസ്സിന് വിജയം കൈവരിക്കാനും അധികാരത്തിലിരിക്കാനും കഴിയുന്നത് എന്ന് കോൺഗ്രസ് അല്ലാത്ത പാർട്ടികൾ മനസ്സിലാക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ളൊരു പ്രശ്നം, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടിയാണ് ജയിക്കുക. അപ്പം പ്രതിപക്ഷത്ത് മത്സരിക്കുന്ന ആളുകൾ വ്യത്യസ്ത പാർട്ടികളായി മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ വോട്ടുകളൊക്കെ ഭിന്നിച്ച് പോകും. അപ്പോൾ ഈ ഒരു കാര്യം പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. The parties opposite to Congress realized that lack of unity among opposition parties kept the Congress in power. So they came together and planned a united front against the Congress. ഇത് മനസ്സിലാക്കിയ കോൺഗ്രസ് പാർട്ടിക്കാർ അവരൊരു യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു മുന്നണിയാവാൻ വേണ്ടി തീരുമാനിച്ചു. ആ മുന്നണിയുടെ പ്രത്യേകത, പ്രത്യയശാസ്ത്രത്തിലും പരിപാടിയിലുമൊക്കെ കൊടിയുടെ നിറത്തിലും ആശയത്തിലുമൊക്കെ വ്യത്യസ്തത പുലർത്തുന്ന പാർട്ടികൾ അവരെല്ലാം ചേർന്നാണ് ഒരു മുന്നണിയായി മാറിയത്. മുന്നണിയായി എന്ന് മാത്രമല്ല, ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള സീറ്റുകളിൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവെക്കാൻ തീരുമാനിച്ചു. ഇതിൽ ഒരു മുന്നണിയുടെ ആൾ മത്സരിക്കുന്ന സീറ്റിൽ വേറെ ഒരു മുന്നണിയുടെ ആൾ എന്ത് ചെയ്യില്ല, മത്സരിക്കില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ UDF LDF എന്ന് പറയുന്ന പോലെ, LDF എന്ന് പറയുമ്പോൾ അതിനകത്ത് CPM CPI അതേപോലെയുള്ള കുറേ പാർട്ടികൾ. അപ്പോൾ അവരൊരാളെ അവരുടെ ഈ എല്ലാ പാർട്ടികളിൽ നിന്നുള്ള ഒരാളാണ് മത്സരിക്കുക. അതേപോലെ UDF അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ഒക്കെ ഇതേപോലെയുള്ള ഒരു മുന്നണി സംവിധാനമായി മാറാൻ പ്രതിപക്ഷ പാർട്ടികളെ തീരുമാനിച്ചു. They studied the situation and came to conclusion that it was ideal time to make off Indira Gandhi's inexperience and internal groupism within the Congress. കോൺഗ്രസ്സിനകത്ത് ഐക്യമില്ലായ്മയും അതേപോലെ തന്നെ പരിചയസമ്പന്നതയുമൊക്കെ മുതലെടുക്കാനുള്ള പറ്റിയ സമയമാണിത് എന്ന് അവരെന്ത് ചെയ്തു, മനസ്സിലാക്കി. അവരൊരു നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സഖ്യമായിട്ട് അവർ മാറി. രാം മനോഹർ ലോഹിയ, സോഷ്യലിസ്റ്റ് നേതാവായിട്ടുള്ള രാം മനോഹർ ലോഹിയ ഈ ഒരു സ്ഥിതിവിശേഷത്തിന് നൽകിയിട്ടുള്ള പേരാണ് നോൺ കോൺഗ്രസിസം. സോഷ്യലിസ്റ്റ് ലീഡർ രാം മനോഹർ ലോഹിയ കോൾഡ് ദിസ് അറേഞ്ച്മെൻറ്റ് ഓഫ് യുണൈറ്റിംഗ് ദി ഒപ്പോസിഷൻ പാർട്ടീസ് ബൈ ദ ടേം നോൺ കോൺഗ്രസിസം. കോൺഗ്രസ് അല്ലാത്ത ആളുകൾ, കോൺഗ്രസ് ഇതരത്വം എന്ന ഒരു നാമം രാം മനോഹർ ലോഹിയ നൽകുകയും ഇതര പാർട്ടികളെയൊക്കെ അവരുടെ കൂടെ നിർത്താനും അവർ ശ്രമിക്കുകയും ചെയ്തു. He had his own explanation for it. The ordinary people had no benefits from the Congress rule. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം, കോൺഗ്രസ് ഭരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് യാതൊരു കാര്യവുമില്ല. It was also highly undemocratic. To redeem democracy, the opposition parties should come together, singing all their differences and defeat of the common economy. അത് ആവശ്യപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ ജനങ്ങൾ ഈ കാര്യങ്ങളാകെ ഏറ്റെടുക്കുകയും ചെയ്തു.
ഇനി നമുക്ക് ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. The fourth general election to Lok Sabha and state assemblies were held in 1967. The ruling Congress had to face election in the backdrop of the growing discontent and criticism of the rulers on side and polarization of political parties on the other side. കോൺഗ്രസ് പാർട്ടി രണ്ട് രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇലക്ഷനുമായി മുമ്പോട്ട് പോയത്. ഒന്ന്, പാർട്ടിക്കകത്ത് തന്നെയുള്ള വിമർശനങ്ങൾ. രണ്ടാമത്തേത് പലതരത്തിലുള്ള തിരിച്ചടികൾ, സാമ്പത്തികവുമായും അതേപോലെ കാലാവസ്ഥാപരമായിട്ടൊക്കെയുള്ള തിരിച്ചടികളും ഈ തിരഞ്ഞെടുപ്പ് നേരിട്ടു എന്നുള്ളതായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ പറ്റുക കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ഭൂകമ്പം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്? രാഷ്ട്രീയ ഭൂകമ്പം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കോൺഗ്രസ് പാർട്ടി തോറ്റുപോയതാണ്. അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് അന്നേ വരെ ലഭിച്ചതിൽ ഏറ്റവും കുറച്ച് ഭൂരിപക്ഷം മാത്രം ലഭിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് രാഷ്ട്രീയ ഭൂകമ്പം എന്ന് പറയാൻ കാരണം. ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടിയെങ്കിലും വളരെ കുറഞ്ഞ ഭൂരിപക്ഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ബോത്ത് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ദി ഇലക്ഷൻ റിസൾട്ട് ഗേവ് എ റൂഡ് ഷോക്ക് ടു ദി കോൺഗ്രസ്. മെനി ക്രിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് ഡിസ്ക്രൈബ്ഡ് ദ ഫോർത്ത് ജനറൽ ഇലക്ഷൻ result as a political earthquake. In the Lok Sabha, the Congress had a majority but with the lowest number of seats. ഫോർത്ത് ജനറൽ ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടിക്ക് 285 സീറ്റ്സ്, 287 സീറ്റ് മാത്രമാണ് ലഭിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഇലക്ഷനിൽ 361 സീറ്റ് കിട്ടിയ കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ചില സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടു. In all 9 states had abandoned the Congress. കേരളം, മദ്രാസ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങൾ, പഞ്ചാബ് ആൻഡ് ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തമിഴ്നാട്ടിലെ കാര്യമാണ്. DMK എന്ന് പറയുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിനെ തോൽപ്പിച്ച് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. റീജിയണൽ പാർട്ടി എ ക്ലിയർ മെജോറിറ്റി ആൻഡ് കെയിം ടു പവർ ഇൻ തമിഴ്നാട്. ഇത് ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ് അല്ലാത്ത ഒരു പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന ആദ്യത്തെ കേസാണിത്. അപ്പോൾ ഇങ്ങനെ 9 സംസ്ഥാനങ്ങൾ കോൺഗ്രസ്സിന് നഷ്ടമാക്കിയ തിരഞ്ഞെടുപ്പാണ് 1967 തിരഞ്ഞെടുപ്പ്. അതിനെ പൊളിറ്റിക്കൽ എർത്ത്ക്വേക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ പുതിയ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചില ടോപ്പിക്കുകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചലഞ്ചസ് ടു പൊളിറ്റിക്കൽ സക്സഷൻ്റെ ഭാഗമായി നെഹ്റുവിന് ശേഷം ശാസ്ത്രിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയിലേക്ക്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്നിട്ടുള്ള 4ാം പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ റിസൾട്ടുമാണ് നമ്മളിതുവരെ പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾക്ക് കൂടി നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് 1967 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റൈറ്റ് അബൌട്ട് ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഫോർത്ത് ജനറൽ ഇലക്ഷൻ ഇൻ 1967. 1967 ഇലക്ഷൻ്റെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുക. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ നോൺ കോൺഗ്രസിസം? കോൺഗ്രസ് ഇതരത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഫോർത്ത് ജനറൽ ഇലക്ഷൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ പൊളിറ്റിക്കൽ എർത്ത്ക്വേക്ക് ഓഫ് കോൺഗ്രസ് പാർട്ടി? 4ാം പൊതു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ഭൂകമ്പമാണ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് ഇതിൻ്റെ ആൻസറുകൾ എഴുതി എനിക്ക് സെൻഡ് ചെയ്യുക. നന്നായി പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിലൊക്കെ വോയിസിലൂടെയൊക്കെ ചോദിക്കുക. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.